എല്ലാവർക്കും യൂണിറ്റൈ ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഡ് ടേമിലെ ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് മിഡ് ടേം എക്സാമിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ 4 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മൾ ഓണപരീക്ഷയിലെ അവസാനം പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വരെയാണ്. എന്നാൽ ഇനി നമ്മൾ മിഡ് ടേമിന് പഠിക്കാൻ തുടങ്ങുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം മുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പാർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വളരെ ഈസി ആയിട്ട് എന്നാൽ കൺഫ്യൂസിംഗ് ആക്കി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറും ഡിക്രീസിങ് ഓർഡറാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും RMIVUX-G എന്ന് പറയുന്ന കോഡ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിലവിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കോഡ് അത് അതിൻ്റെ ഡിക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ ഇതിലുള്ള 6 റേഡിയോ വേവ്സും M മൈക്രോവേവ്സും I ഇൻഫ്രാറെഡും V വിസിബിൾ ലൈറ്റും U UV റേസും X എക്സ്റേസും G ഗാമ റേസും ആണ്. അപ്പോൾ നിലവിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഡിക്രീസിങ് ഓർഡറിലാണ്. ഇനി എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? G മുതൽ അങ്ങോട്ടേക്കായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറും ഡിക്രീസിങ് ഓർഡറും മാറരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the correct relationship when the phenomena in columns P and Q are appropriately paired? അപ്പോൾ ഇവിടെ നമുക്ക് 2 കോളം ഉണ്ട്, ഒന്ന് P ഒന്ന് Q. അപ്പോൾ ഇത് മാച്ച് ദി ഫോളോയിങ് കോൺസെപ്റ്റ് ആണ്. മാച്ച് ദി ഫോളോയിങ് കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും ഇതിലുള്ള ഓരോ ടേം നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം P കോളത്തിൽ 3 ഓപ്ഷൻസും Q കോളത്തിൽ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ടോട്ടൽ മാർക്ക് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ ഫസ്റ്റ് ഇത് നോക്കാം. ഡിസ്പേർഷൻ എന്താണെന്നാണ്. B ഓപ്ഷൻ സ്കാറ്ററിങ്, C ഓപ്ഷൻ ടിൻഡൽ എഫക്റ്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് കിട്ടും. കാരണം ഡിസ്പേർഷൻ എന്താണെന്ന് ആദ്യം അറിയണം. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ലൈറ്റ് അതിൻ്റെ കോമ്പണൻറ്റ് കളറായിട്ടുള്ള വിബ്ജിയോറായി സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്താ പറയുക? ഡിസ്പേർഷൻ എന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ Q കോളത്തിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. റെയിൻബോ. അപ്പോൾ നമുക്കറിയാം റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് കോമ്പണൻറ്റ് കളേഴ്സ് ഫോം ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടി. ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്താണ്? റെയിൻബോ ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ നോക്കാം സ്കാറ്ററിങ്. അപ്പോൾ സ്കാറ്ററിങ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചാണ് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിലൊക്കെ ലൈറ്റ് വന്ന് സ്കാറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് ആൻസർ കിട്ടി ബ്ലൂ കളർ ഓഫ് ദി സ്കൈ. ഇനി മൂന്നാമത്തെ നോക്കാം ടിൻഡൽ എഫക്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആകുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ അത് ഓൾറെഡി തന്നിട്ടുണ്ട്, പാത്ത് ഓഫ് ദ ലൈറ്റ് വിസിബിൾ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സാം ആൻസർ ചെയ്യേണ്ട രീതി. അല്ലാതെ നമ്മൾ മാച്ച് ദി ഫോളോയിങ് പെട്ടി വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ഇടുന്നതല്ല. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ A ഓപ്ഷൻ തെറ്റാണ്, B ഓപ്ഷൻ തെറ്റാണ്, C ഓപ്ഷനും D ഓപ്ഷനും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ മാറിപ്പോരുത്. കാരണം A1ഉം A1ഉം അത് രണ്ടും കറക്റ്റാണ്. എന്നാൽ B തേർഡും B4ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക B3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? C ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഡിസ്പേർഷനും സ്കാറ്ററിങ്ങും ടിൻഡൽ എഫക്റ്റും എന്താണെന്ന് അറിയുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ കറക്റ്റ് ആൻസർ തെറ്റാതെ കിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതൊരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ അറിയെങ്കിൽ കൂടി നമ്മൾ ഓപ്ഷൻസ് ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മിനിമം ഒരു 2 തവണയെങ്കിലും വായിച്ചതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസേഷൻ ഈസ് ഗിവൺ. സം പീപ്പിൾ ക്യാൻ സീ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വളരെ ക്ലിയർ ആയി കാണാൻ പറ്റും. ബട്ട് ദേ കൻ നോട്ട് സീ നിയർ ബൈ ഒബ്ജക്റ്റ് ക്ലിയർലി. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹൈപ്പർ മെട്രോപ്പിയാണ് ആ ഐ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദൂരമുള്ള കാണാൻ പറ്റും, എന്നാൽ അടുത്തുള്ളത് എന്താക്കാൻ പറ്റില്ല? കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ റീസൺ നോക്കാം. അപ്പോൾ അതിൻ്റെ റീസൺ ഹൈപ്പർ മെട്രോപ്പിയുടേതാണ് എങ്കിൽ അതിനർത്ഥം ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് എന്നാണ്. ഇനി റീസൺ എങ്ങാനും തെറ്റാണെങ്കിലോ അസേഷൻ കറക്റ്റ് എന്നും റീസൺ ഇൻകറക്റ്റ് എന്നുമാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് റീസൺ എന്താണെന്നുള്ളത് നോക്കാം. ദ ഐബോൾ ഓഫ് സച്ച് പേഴ്സൺ ഈസ് ടു ലോങ് വിത്ത് റെസ്പെക്ട് ടു ദ പവർ ഓഫ് ഐലൻഡ്സ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്
ഒരു ഐബോൾ ഓഫ് സച്ച് പേഴ്സൺ ടു ലോങ് ആവുന്നുണ്ടെങ്കിൽ അത് മയോപ്പിക് കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അസേഷൻ കറക്റ്റും റീസൺ ഇൻകറക്റ്റും ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള 4 ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ അല്ല, സെക്കൻഡ് വൺ അല്ല, തേർഡ് വൺ നോക്കുക. എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. യെസ്, നമ്മൾ തിരയുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓർമ്മയിൽ വേണം, അസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, എന്നാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല റീസണിലുള്ളത് എങ്കിൽ അത് ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷനായിട്ട് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരു അസേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. മയോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള കാണാൻ പറ്റും, എന്നാൽ ദൂരമുള്ളത് കാണാൻ പറ്റില്ല. ക്യാൻ ബി കറക്റ്റഡ് വിത്ത് കോൺകേവ് ലെൻസ്. കറക്റ്റാണ്, നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താക്കാൻ പറ്റും? മയോപ്പിക് ഐ ഡിഫക്റ്റ് ഉള്ള ഒരാളുടെ ഐ ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി റീസൺ, കോൺകേവ് ലെൻസസ് ഡൈവേർജ് ലൈറ്റ് റേസ് ആൻഡ് ഫോക്കസ് ഓൺ ദ റെറ്റിന. കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും? ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്തിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം മയോപ്പിക് ആയുള്ള ഒരു പിക്ചർ ഉണ്ട്, നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മയോപ്പിക് ആയുള്ള കേസിൽ എന്താണ്? ഇവിടെ ലൈറ്റ് റേസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഐബോളിൽ റെറ്റിനയുടെ മുൻഭാഗത്താണ്, ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതേപോലെ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡൈവേർജിങ് പ്രോപ്പർട്ടി കാരണം നമുക്ക് ഇമേജ് മയോപ്പിക് കണ്ടീഷനുള്ള ആളുടെ മുമ്പിൽ ഫോം ചെയ്യുന്നതിന് പകരമായിട്ട് അതിനെ നമുക്ക് എവിടെ ഫോം ചെയ്യാൻ പറ്റും? നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അസേഷൻ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ റീസൺ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഇതിൽ തരാം. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്, അതിനെ നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ സഹായത്തോടു കൂടി കറക്റ്റ് ചെയ്യാം. ഇനി റീസൺ ആണെങ്കിലോ, കോൺകേവ് ലെൻസ് യൂസ് ചെയ്താൽ അത് ഡൈവേർജിങ് ലെൻസാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഐബോളിൻ്റെ മുമ്പായിട്ട് ഫോം ചെയ്യുന്ന, ഐബോളിൻ്റെ ഉള്ളിൽ റെറ്റിനയുടെ മുമ്പിൽ ഇമേജ് ഫോം ചെയ്യുന്നതിന് പകരം അതിനെ നമ്മുടെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ കോൺകേവ് ലെൻസിൻ്റെ ഡൈവേർജിങ് പ്രോപ്പർട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. കാരണം ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചർ ഓർമ്മ ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ മജന്ത ഫിൽട്ടർ. ആദ്യം വൈറ്റ് ലൈറ്റ് ഒരു മജന്ത ഫിൽറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. ദെൻ ത്രൂ എ യെല്ലോ ഫിൽട്ടർ. അതേ ലൈറ്റ് വീണ്ടും എന്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഒരു യെല്ലോ ഫിൽറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡ് ഫൈനലി ത്രൂ എ റെഡ് ഫിൽട്ടർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫിൽറ്ററിലൂടെയാണ് നമ്മുടെ വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്ത് പോകുന്നത്. അവസാനം അത് ഏത് ലൈറ്റാണ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കളർ ഓഫ് ലൈറ്റ് വിൽ പാസ് ത്രൂ ദി മജന്ത ഫിൽട്ടർ ആൻഡ് വൈ? ഏത് കളറാണ് മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നതിന് മുമ്പേ നമ്മളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കുക, റെഡ് ഫിൽറ്ററിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോമ്പണൻറ്റ് കളേഴ്സ് അതിലുണ്ടാവും. റെഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫിൽറ്ററാണ്. അപ്പോൾ അതിലൂടെ ഏത് കളർ മാത്രമേ കടന്നുള്ളൂ? റെഡ് കളർ മാത്രം കടന്നുള്ളൂ. സിമിലർലി ബ്ലൂ ഫിൽറ്ററിലൂടെ ഏത് കളർ മാത്രം കടന്നുള്ളൂ? ബ്ലൂ കളർ മാത്രം കടന്നുള്ളൂ. എന്ന പോലെ ഗ്രീൻ ഫിൽറ്ററിലൂടെ ഏത് കളറേ കടന്നു പോകുന്നുള്ളൂ? ഗ്രീൻ ഫിൽറ്റർ. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മജന്ത ഫിൽറ്ററിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഏതൊക്കെ കളറാണ് അതിലൂടെ പാസ് ചെയ്യാം? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മജന്ത കളർ ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും റെഡും അതേപോലെ ബ്ലൂവും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മജന്ത കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മജന്ത ഫിൽറ്ററിലൂടെ ഏതൊക്കെ കളേഴ്സ് കടന്നു പോകും? ഒന്ന് ബ്ലൂവും കടന്നു പോകും, അതേപോലെ റെഡും കടന്നു പോകും. അപ്പോൾ ഈ 2 കളറ് നമ്മുടെ ആദ്യത്തെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ മജന്ത ഫിൽറ്ററെങ്കിൽ ബ്ലൂ കളറും അതേപോലെ റെഡ് കളറും വളരെ ഈസി ആയിട്ട് ഇതിലൂടെ കടന്നു പോകും. ഇനി അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഇനി അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. കാരണം എന്താണ്? ദേ ആർ ദ പ്രൈമറി കളേഴ്സ് ദാറ്റ് കമ്പൈൻ ടു ഫോം മജന്ത. മജന്ത കളർ ഫോം ചെയ്ത പ്രൈമറി കളേഴ്സ് ആണത്. അതുകൊണ്ട് തന്നെ അത് അതിലൂടെ എന്താവും? വളരെ ഈസി ആയിട്ട് കടന്നു പോകും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കളർ വിൽ ഫാൾ ഓൺ ദ വൈറ്റ് വാൾ? ഏത് കളറാണ് വൈറ്റ് വാളിൽ ചെന്ന് പതിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ആദ്യത്തേത് മജന്ത ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ മജന്ത ഫിൽറ്ററിലൂടെ ബ്ലൂ കളറും റെഡ് കളറും പാസ്സായി. അപ്പോൾ ബ്ലൂ കളറും റെഡ് കളറും പാസ്സായിട്ടുള്ള
ഇനി ഏത് കളറിലൂടെയാണ് കടന്നു പോകേണ്ടത് അടുത്തത്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. യെല്ലോ ഫിൽട്ടർ, രണ്ടാമത്തെ നമുക്ക് വരുന്നത് യെല്ലോ ഫിൽട്ടറാണ്. അപ്പോൾ യെല്ലോ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ യെല്ലോ ഫിൽട്ടറിൽ ഏതൊക്കെ കളേഴ്സാണ് യെല്ലോ കളറിന് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ കാണാൻ സാധിക്കും, ഒന്ന് റെഡും ഒന്ന് ഗ്രീനുമാണ്. എന്നാൽ ഇവിടെ ആകെ 2 കളറേ ബ്ലൂവും റെഡും മാത്രമേ ഇങ്ങോട്ടേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിലുള്ള റെഡ് ഇവിടെ എത്തി, അതേപോലെ ബ്ലൂ കളറും ഇവിടെ എത്തി. എന്നാൽ ഇതിലിനി ഏത് കളറിന് മാത്രമേ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുള്ളൂ? ഇത് യെല്ലോ ഫിൽട്ടർ ആണല്ലോ. അപ്പോൾ യെല്ലോ ഫിൽട്ടർ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത പ്രൈമറി കളറിലുള്ളത് ഒന്ന് റെഡാണ്, ഒന്ന് അതേപോലെ ഗ്രീനാണ്. അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ഓൾറെഡി ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇനി കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു കളർ എന്ന് പറയുന്നത് ആരാണ്? റെഡാണ്. അപ്പോൾ റെഡ് കടന്നുപോയി. എന്നാൽ നമുക്ക് 2 ഫിൽട്ടർ അല്ല ഉള്ളത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 ഫിൽട്ടർ പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ത്രൂ എ റെഡ് ഫിൽട്ടർ. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു റെഡ് ഫിൽട്ടർ കൂടി ഉണ്ട്. ആ റെഡ് ഫിൽട്ടറിൽ അപ്പോൾ റെഡ് കളർ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഏത് കളറാണ് ഈ റെഡ് ഫിൽട്ടറിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റെഡ് ഫിൽട്ടർ ആണെങ്കിൽ അതിലൂടെ ഏത് കളർ മാത്രം കടന്നു പോകുള്ളൂ? റെഡ് കളർ മാത്രം കടന്നു പോകുള്ളൂ. കാരണം എന്താണ്? റെഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി കളറാണ്. അപ്പോൾ ഇവിടെ റെഡ് ഓൾറെഡി ഇവിടെ എത്തി, ആ റെഡ് ഇതിലൂടെ കടന്നു പോകും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ക്രീൻ ഉള്ളത് എങ്കിൽ ഏത് കളറായിരിക്കും ഇവിടെ വന്ന് പതിക്കുക? റെഡ് കളറായിരിക്കും ഇവിടെ വന്ന് പതിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. വിച്ച് കളർ ഓഫ് ലൈറ്റ് വിൽ പാസ് ത്രൂ മജന്ത ഫിൽറ്ററിൻ്റെ നേരെ നമ്മൾ ആൻസർ എഴുതി റെഡ് ആൻഡ് ബ്ലൂ. ഇനി വിച്ച് കളർ വിൽ ഫാൾ ഓൺ ദ വൈറ്റ് വാൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈറ്റ് വാളിൽ ഏത് കളറാണ് ഫാൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു? ഏതാണ്? റെഡ് കളർ. കാരണം ബാക്കിയുള്ള കളറുകളൊക്കെ അബ്സോർബായിട്ടൊക്കെ പോകും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഒരു പിക്ചർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും കാണുന്നൊരു പിക്ചറാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്നുള്ളതൊക്കെ അറിയാം. എന്നാൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിലെ ബേസിക് ആയിട്ടുള്ള 2 ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം ഈസ് ഡെപ്പിക്റ്റഡ്. ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടന്നു പോകുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെയിം ദ ഫിനോമിനൻ. ഇതെന്ത് ഫിനോമിനൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് വൈറ്റ് ലൈറ്റ് ഇത് നമ്മുടെ പ്രിസത്തിൽ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം പുറത്തോട്ടേക്ക് 2 റേസിനെ റെപ്രസെൻ്റ് റെഡ് വയലറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ലൈൻസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ഫിനോമിനനാണ്? അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഓൾറെഡി അറിയാം ഡിസ്പേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അറിയാം. ഡിസ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈറ്റ് ലൈറ്റ് അതിൻ്റെ കോമ്പണൻറ്റ് കളേഴ്സായി സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുക? നമ്മൾ ഡിസ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഫിനോമിനൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേഷനാണ്. ഇനി എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഹാപ്പൻസ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷൻ നടക്കും. ആ റിഫ്രാക്ഷൻ നടന്ന് വീണ്ടും ഇവിടെ ഡെൻസർ മീഡിയ ആയിരിക്കും പ്രിസം ഉണ്ടാവുക. ഡെൻസറിൽ നിന്ന് വീണ്ടും റെയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ വേറെ റിഫ്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പണൻറ്റ് കളേഴ്സിൻ്റെ ഒരു ഫോർമേഷനാണ്. അതുകൊണ്ട് തന്നെ ഓരോ കളേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രിസത്തിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവയുടെ വേവ് ലെങ്ത്തിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് അവ എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡീവിയേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്ത് കാരണമായിട്ടുള്ള ഡീവിയേഷനാണ് ഇവിടെ റെഡും വയലറ്റും ഒക്കെ ഡിഫറെൻറ്റ് ഓർഡറിൽ സ്കാറ്റർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് നമ്മുടെ റെഡിനായതുകൊണ്ട് തന്നെയാണ് റെഡ് വളരെ കുറച്ച് ഡീവിയേറ്റ് ചെയ്തതും. ഏറ്റവും വീക്കായിട്ടുള്ളത് വയലറ്റ് ആയതുകൊണ്ടാണ് എന്ത്? വയലറ്റ് ഏറ്റവും മാക്സിമം ഡീവിയേറ്റ് ചെയ്തതും എന്നുള്ളത് ഓർത്തുക. അപ്പോൾ എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് വിച്ച് കളർ ഡീവിയേറ്റ് ദ മോസ്റ്റ്. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതേണ്ടതാണ് വയലറ്റ്. വിച്ച് കളർ ഡീവിയേറ്റ് ദ ലീസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എഴുതേണ്ടതാണ് റെഡ് കളർ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എങ്കിൽ കൂടി കൂടുതൽ ശ്രദ്ധയോടു കൂടി മാത്രം ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്? ഇവിടെ റെഡും വയലറ്റിനും പകരം മുകളിൽ വയലറ്റും തരും, താഴെ റെഡും തരും. എന്നിട്ട് ഈ ഒരു പിക്ചർ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർമ്മയിൽ വേണം, ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന കളറാണ് റെഡ്. കാരണം അതിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ മുകളിൽ എപ്പോഴും റെഡേ വരുള്ളൂ, താഴെ എപ്പോഴും എന്താണ് വരിക? വയലറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുക. ഇവിടെയുള്ള ഒരു ഇമാജിനറി ആയിട്ടൊരു ലൈൻ വെച്ചിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ഒബ്സർവ് ദ ഫിഗർ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഐ ഡിഫക്ട്സുമായി ബന്ധപ്പെട്ടിട്ടാണ്.
അപ്പോൾ ആ ഒരു പാർട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേർ ഈസ് ദ ഫാർ പോയിൻ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ദിസ് ഡിഫക്റ്റ്. ആദ്യം ഈ ഡിഫക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ കോൺവെക്സ് ലെൻസിലൂടെ ഐയിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ആ കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻ്റർസെക്ഷൻ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ റെറ്റിനയിലല്ല, റെറ്റിനയുടെ പുറകിലുമല്ല, പകരം എവിടെയാണ്? റെറ്റിനയുടെ മുമ്പിലാണ്. അപ്പോൾ റെറ്റിനയുടെ മുമ്പിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എങ്കിൽ ആ ഡിഫക്റ്റിനാണ് നമ്മൾ എന്ത് പേര് പറയുക? മയോപ്പിയ അല്ലെങ്കിൽ മയോപ്പിക് ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഐ ഡിഫക്റ്റ് എന്താണെന്ന് കിട്ടി, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. വേർ ഈസ് ദ ഫാർ പോയിൻ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ദിസ് ഡിഫക്റ്റ്? മയോപ്പിയ ഉള്ള ആളുടെ ഐ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മയോപ്പിയ ഉള്ള ആളെ സംബന്ധിച്ച് അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരമുള്ള എന്താക്കാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. അപ്പം ഫാർ പോയിൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നിയർ പോയിൻ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ 25 സെൻറ്റിമീറ്റർ പറയായിരുന്നു. പക്ഷേ ഫാർ പോയിൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എ സെർട്ടൈൻ ഡിസ്റ്റൻസ് ഫ്രം ഐ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 2 റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്. ഈ ഒരു ഡിഫക്റ്റിൻ്റെ റീസൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിഫക്റ്റ് ഉള്ള ആളുടെ ഐബോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐബോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ ദിസ് ഡിഫക്റ്റ് ബി കറക്റ്റഡ്? എങ്ങനെ നമുക്ക് ഈ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ മയോപ്പിക് ഐ ആണ് എങ്കിൽ നമ്മളതിന് മുമ്പിൽ ഒരു കോൺകേവ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡൈവേർജിങ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്താക്കാൻ പറ്റും? ഇമേജിനെ റെറ്റിനയിൽ ഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആൻസർ എന്താണ്? യൂസിങ് കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. യൂസിങ് കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. സ്യൂട്ടബിൾ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കിത് എന്ത് ചെയ്യാൻ കഴിയും? കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ഐ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും വളരെ ആലോചിച്ച് മാത്രം എഴുതുക. പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മയോപ്പിയ ആണെങ്കിൽ നമ്മുടെ ഇമേജ് റെറ്റിനയുടെ മുമ്പിലായിരിക്കും ഫോം ചെയ്യുക. ഹൈപ്പർമെട്രോപ്പിയ ആണെങ്കിൽ ഇമേജ് നമ്മുടെ റെറ്റിനയുടെ പുറകിലായിരിക്കും ഫോം ചെയ്യുക. നോർമൽ വിഷനിലാണെങ്കിൽ നമ്മുടെ റെറ്റിനയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ മൂവി പ്രൊജക്ടർ ഡിസ്പ്ലേസ് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഓൺ ദ സ്ക്രീൻ. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിംസ് ആണ് ഒരു പ്രൊജക്ടർ ഡിസ്പ്ലേ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ ഐ ടു സീ മൂവിങ് പിക്ചേഴ്സ് ലൈക്ക് എ സിനിമ? അപ്പോൾ ഓരോ ഫ്രെയിമും എന്താ പറയുക, ഒരു സെക്കൻഡിൽ 24 തവണ ഓരോ ഫ്രെയിം ഓരോ പിക്ചറുകളാണ് നീക്കുന്നത്. എങ്കിൽ കൂടി നമ്മളത് കാണുമ്പോൾ ഒരു സിനിമ കാണുന്ന ഒരു വിഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെക്യുലാരിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നതാണ് പെക്യുലാരിറ്റി. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇനി എക്സ്പ്ലെയിൻ ഹൗ ദിസ് പെക്യുലാരിറ്റി ഹെൽപ്സ് ഇൻ പെർസെപ്ഷൻ ഓഫ് മൂവിങ് പിക്ചേഴ്സ്. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ പോലും നമ്മുടെ കണ്ണിന് ഒരു 1/16th ഓഫ് എ സെക്കൻഡ് നമ്മുടെ ഐയിൽ അത് പെർസിസ്റ്റ് ചെയ്യും. പെർസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു തുടർച്ചയാണ് നമുക്ക് എന്തിന് സഹായിക്കുന്നത്? ഇതേപോലെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ പോലെ നമുക്ക് കാണാൻ സഹായിക്കുന്നത്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ പൂത്തിരി പോലുള്ള സാധനങ്ങളൊക്കെ കത്തിച്ചിട്ട് വളരെ സ്പീഡായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി കണ്ടിന്യൂസ് ആയി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മളതിനെ ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഐ അതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരു സിംഗിൾ ഇമേജ് അല്ലെങ്കിൽ സിംഗിൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ എബിലിറ്റിയാണ് എന്തിനു സഹായിക്കുന്നത്? ഇതേപോലെയുള്ള മൂവിങ് പിക്ചേഴ്സിനെ ഒരു കണ്ടിന്യൂസ് വീഡിയോ ആയി കാണാൻ സഹായിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ അത് 1/16th ഓഫ് എ സെക്കൻഡ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഓർമ്മയിൽ വേണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇഫ് 2 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് റെഡ് ആൻഡ് ഗ്രീൻ ഓവർലാപ്പ് ഓൺ എ സ്ക്രീൻ വാട്ട് സെക്കൻഡറി കളർ വിൽ ബി ഫോംഡ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൈമറി കളറായിട്ടുള്ള റെഡും അതേപോലെ ഗ്രീനും ഒരു സ്ക്രീനിൽ ഓവർലാപ്പ് ചെയ്താൽ ഏത് സെക്കൻഡറി കളർ ആയിരിക്കും അവിടെ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു ടേബിൾ നമ്മൾ ചെയ്തതാണ്. റെഡും ഗ്രീനും കമ്പൈൻ ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്ന കളർ ഏതാണ്? യെല്ലോ. 2 പ്രൈമറി കളർ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന
കളറിനാണ് നമ്മൾ എന്ത് പേര് പറയാറുള്ളത്? സെക്കൻഡറി കളർ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡറി കളർ ഏതാണ്? യെല്ലോ ആണ്. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. വാട്ട് സെക്കൻഡറി കളർ വിൽ ബി ഫോംഡ്? യെല്ലോ. ഇനി വിച്ച് ഈസ് ദ കോംപ്ലിമെൻ്ററി കളർ ഓഫ് ദി സെക്കൻഡറി കളർ? ഈ സെക്കൻഡറി കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. നമുക്കറിയാം 3 പ്രൈമറി കളേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് റെഡ്, ഒന്ന് ഗ്രീന്, അതേപോലെ ഒന്ന് ബ്ലൂ. അപ്പോൾ ഇതിൽ യെല്ലോ എന്ന് പറയുന്ന കളർ അഥവാ സെക്കൻഡറി കളർ നിർമ്മിക്കാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 2 പ്രൈമറി കളർ എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് റെഡും ഒന്ന് ഗ്രീനുമാണ്. എന്നാൽ നമ്മുടെ പ്രൈമറി കളറിൽ നമ്മളിപ്പോൾ ഈ റെഡും ഗ്രീനും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഏത് കളറാണ് യൂസ് ചെയ്യാത്തത്? ആ പ്രൈമറി കളർ ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറഞ്ഞത്. അപ്പോൾ വേറൊരു ഡെഫിനിഷൻ കോൺസെപ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ബ്ലൂവും യെല്ലോവും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളർ കിട്ടും? വൈറ്റ് കളർ കിട്ടും. ബ്ലൂ പ്ലസ് യെല്ലോ നമുക്ക് എന്ത് കളർ തരും? വൈറ്റ് കളർ തരും. അപ്പോൾ ഈ രീതിയിലും നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ സെക്കൻഡറി കളർ എന്ന് പറയുമ്പോൾ 2 പ്രൈമറി കളർ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കളറിനാണ് സെക്കൻഡറി കളർ എന്ന് പറയാം. പ്രൈമറി കളറിൽ സെക്കൻഡറി കളർ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കാത്ത കളറ് കണ്ടുപിടിച്ചാൽ അതായിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ. കോംപ്ലിമെൻ്ററി കളറും സെക്കൻഡറി കളറും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളർ കിട്ടണം? വൈറ്റ് ലൈറ്റ് കിട്ടണം. അപ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിച്ചിട്ട് എക്സാമിന് വരികയാണെങ്കിൽ അത് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിൻറ്റ് ഫോർ എ ഹെൽത്തി ഹ്യൂമൻ ഐ? നല്ല ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐ ഉള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയർ പോയിൻറ്റ് എത്രയാണെന്നുള്ള. നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നതിനാണ് എന്ത് പറയുക? നിയർ പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് ഈ ഒരു കേസിൽ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഹൗ ഡസ് ദിസ് ഡിസ്റ്റൻസ് ചേഞ്ച് ഫോർ എ പേഴ്സൺ സഫറിങ് ഫ്രം പ്രസ്ബയോപ്പിയ? പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പ്രായമുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഐ ഡിഫക്റ്റിനാണ് എന്ത് പറയുക? പ്രസ്ബയോപ്പിയ എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമുള്ള ആളുകൾക്ക് ദൂരമുള്ളതും അടുത്തുള്ളതും ഒക്കെ കാണാൻ എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് തന്നെ എന്തായിരിക്കും? ലോവർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഹൗ ഡസ് ദിസ് ഡിസ്റ്റൻസ് ചേഞ്ച് ഫോർ എ പേഴ്സൺ സഫറിങ് ഫ്രം പ്രസ്ബയോപ്പിയ? അപ്പോൾ അവരുടെ നിയർ പോയിൻ്റ്, അവർക്ക് അടുത്തുള്ളത് എന്തായാലും തീർച്ചയായിട്ടും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ ഡിസ്റ്റൻസ് അഥവാ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താവും? ഇൻക്രീസസ് ആവും, അതായത് കൂടും എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ദ പവർ ഓഫ് അക്കോമഡേഷൻ ഫോർ ദം. അപ്പോൾ ആദ്യം എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർമ്മ വേണം. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് അവർ ഐ. നമ്മുടെ കണ്ണിൻ്റെ എബിലിറ്റിയാണ്. എന്തിൻ്റെ എബിലിറ്റിയാണ്? ടു സീ നിയർ ബൈ ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി. നിയർ ബൈ ആയിട്ടുള്ള ഒബ്ജക്റ്റും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റും ക്ലിയർലി കാണാൻ ഉള്ള നമ്മുടെ കണ്ണിൻ്റെ എബിലിറ്റിക്കാണ് എന്ത് പറയുക? പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് അവർ ഐ ടു സീ നിയർ ബൈ ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി ബൈ അഡ്ജസ്റ്റിംഗ് ദ കർവേച്ചർ ഓഫ് അവർ ലെൻസ്. നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ കർവേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാൻ കഴിയുന്ന എബിലിറ്റിക്കാണ് എന്ത് പറയാം? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസ്ബയോപ്പിയ ഉള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല? കൂടില്ല. പകരം എന്താവുള്ളൂ? കുറയുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ലോവർ എന്നുള്ളതാണ്. ആൻസർ എന്താണ്? ലോവർ. അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ പല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും നമുക്ക് വളരെ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമ്മുടെ ഐ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഐ ഡിഫക്റ്റിലുള്ള എല്ലാ കൺഫ്യൂഷൻസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് നോക്കാം, മയോപ്പിക് ഐ. ആദ്യം തന്നെ നമ്മൾ മയോപ്പിക് ഐ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ 3 ഐ ഡിഫക്റ്റിൽ ഒന്ന് മയോപ്പിയാണ്, ഒന്ന് ഹൈപ്പർമെട്രോപ്പിയാണ്, ഒന്ന് പ്രസ്ബയോപ്പിയാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഏറ്റവും ചെറിയ വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മയോപ്പിയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഏറ്റവും ഷോർട്ട് വേർഡ്. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഏറ്റവും ചെറിയ ഷോർട്ട് വേർഡായിരിക്കുന്നത് മയോപ്പി ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയാം. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തുള്ള കാണാൻ പറ്റും, ദൂരമുള്ളത് കാണാൻ പറ്റില്ല. നമുക്ക് എക്സാമിന് സ്വാഭാവികമായിട്ടും മയോപ്പിയും ലോങ് സൈറ്റഡ്നെസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അതിന് വേറെ ട്രിക്ക് പറഞ്ഞുതരാം. എന്താണോ പേരിൽ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഷോർട്ട് സൈറ്റഡ്നെസ് എന്നാണ് എങ്കിൽ അതിലെന്താണ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത്, അതായത് ചെറുത്. അപ്പോൾ അടുത്തുള്ളത് വളരെ കൃത്യമായി കാണാൻ പറ്റും എന്നുള്ളതാണ് മയോപ്പിയയുടെ പ്രത്യേകത. എന്നാൽ ദൂരമുള്ളത് എന്താക്കാൻ പറ്റില്ല? കാണാൻ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, പ്രസ്ബയോപ്പിയ എന്നുള്ള 3 വേർഡുകൾ നോക്കുക. അതിൽ ഏറ്റവും ചെറിയ വേർഡ് ഏതാണ്? മയോപ്പിയാണ്.
ആ മയോപ്പിയയിൽ നിന്ന് മനസ്സിലാക്കുക അത് ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. ഷോർട്ട് സൈറ്റഡ്നെസ് ആണെങ്കിൽ അടുത്തുള്ള കാണാൻ പറ്റും, ദൂരെയുള്ള എന്താക്കാൻ പറ്റില്ല, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പിക്ചറിലോട്ടേക്ക് കടക്കാം. അപ്പോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ മയോപ്പിക് ഐ ഉള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഫോർമേഷൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ റെറ്റിന എന്ന് പറയുന്ന സ്പോട്ടിലല്ല, പകരം റെറ്റിനയിലായിരുന്നു ഇമേജ് ഫോം ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു കേസിൽ എവിടെയാണ് ഫോം ചെയ്യുന്നത്? റെറ്റിനയുടെ മുമ്പിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു പിക്ചർ കണ്ട റെറ്റിനയുടെ മുമ്പിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എങ്കിൽ ഓർക്കുക അത് മയോപ്പിക് ഐ ഡിഫക്റ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇമേജ് ഫോർമേഷൻ നമ്മുടെ റെറ്റിനയുടെ മുമ്പിൽ നിന്നുള്ളതിനെ റെറ്റിനയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന് മയോപ്പിക് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മയോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തുള്ള കാണാൻ പറ്റും എന്നാൽ ദൂരമുള്ളത് കാണാൻ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സാധിക്കില്ല. രണ്ടാമത് നമ്മൾ പഠിച്ച പോയിന്റ് എങ്ങനെ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്, യൂസിങ് കോൺകേവ് ലെൻസ്. മയോപ്പിക് ഐ ഉള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഫോർമേഷൻ എവിടെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഓർമ്മയിൽ വേണം നമ്മുടെ റെറ്റിനയുടെ മുമ്പിലായിട്ടായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. എന്നാൽ നമ്മൾ കോൺകേവ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റെറ്റിനയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സിമിലർലി നമുക്ക് ഹൈപ്പർ മെട്രോപ്പിയുടെ ഐ കറക്ഷൻ പഠിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ മെട്രോപ്പിയാണ് നമ്മുടെ ഈ 3 വേർഡ്സിൽ ഏറ്റവും വലിയ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ മെട്രോപ്പി ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇമേജ് ഫോർമേഷൻ നടക്കുക അദ്ദേഹത്തിൻ്റെ റെറ്റിനയുടെ മുമ്പിലും അല്ല, അതേപോലെ റെറ്റിനയിലും അല്ല, പകരം എവിടെ ആയിരിക്കും, റെറ്റിനയുടെ പുറകിലായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ വേർഡ് ഹൈപ്പർ മെട്രോപ്പി ആകുമ്പോൾ നമുക്കതിന് ജസ്റ്റ് പേര് കൊടുക്കാം, ലോങ് എന്ന് കൊടുക്കാം. ലോങ് വേർഡ് അല്ലേ, അപ്പോൾ ലോങ് സൈറ്റഡ്നെസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരമുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എങ്ങനെ നമുക്കിത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസിങ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകം എന്താണ്, ഇറ്റ്സ് എ കൺവേർജിങ് ലെൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറകിൽ ഫോം ചെയ്യുന്ന ഇമേജിനെ നമുക്ക് റെറ്റിനയിലേക്ക് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ സഹായത്തോടു കൂടി എത്തിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസിങ് കോൺവെക്സ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ. അപ്പോൾ ഇവിടെ നമ്മൾ ഐബോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഐബോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, സ്മോളറാണ്. അപ്പോൾ ഹൈപ്പർ മെട്രോപ്പി ഉള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഐബോൾ സ്മോളർ ആവുന്നതും ഇതിനൊരു കാരണമായിരിക്കാം. ഇനി ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിലോ ഇവിടെ ഐബോൾ ലാർജറാണ്, അതുകൊണ്ടാണ് റെറ്റിനയിൽ ഫോം ചെയ്യേണ്ട ഇമേജ് എന്താവുന്നത്, മുമ്പിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലും നമുക്കതിൻ്റെ കാരണങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ലോങ് സൈറ്റഡ്നെസ് ആണെന്ന് പഠിച്ചു, അതായത് ദൂരെയുള്ള കാണാൻ പറ്റും എന്നാൽ അടുത്തുള്ളത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല എന്ന് പഠിച്ചു. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലല്ല, റെറ്റിനയുടെ മുമ്പിലും അല്ല, പകരം റെറ്റിനയുടെ പിറകിലായിരിക്കും എന്നുള്ള ഓർമ്മ വേണം. ഇത് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഒരു കൺവേർജിങ് ലെൻസാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റിനെ റേസിനെ കൺവേർജ് ചെയ്തിട്ട് അത് റെറ്റിനയിൽ ഫോം ചെയ്യും. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ നമ്മൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം മയോപ്പിയ ആണെങ്കിലും ഹൈപ്പർ മെട്രോപ്പിയ ഒക്കെ ആണെങ്കിലും നമുക്കത് അതിൻ്റെ റെക്ടിഫിക്കേഷൻ മാത്രമേ ക്വസ്റ്റ്യനിൽ അധികം ചോദിക്കാറുള്ളൂ. എന്നാൽ പ്രസ്ബയോപ്പിയൻ്റെ കേസിൽ അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് നോക്കി നോക്കാം. ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ യൂഷ്വലി ഡിക്രീസസ് വിത്ത് ഏജിങ്. നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റും ദൂരമുള്ള ഒബ്ജക്റ്റും വളരെ ക്ലിയറായി കാണാനുള്ള നമ്മുടെ കണ്ണിൻ്റെ എബിലിറ്റി കുറഞ്ഞു വരും. എന്തുകൊണ്ട്, നമ്മൾ പ്രായം കൂടി വരുന്നതുകൊണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുക, പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഫോർ മോസ്റ്റ് പീപ്പിൾ ദ നിയർ പോയിൻറ്റ് ഗ്രാജുവലി റിസീഡ്സ് അവേ. അപ്പോൾ നിയർ പോയിൻറ്റ് അവരുടെ എന്തായി ഉണ്ടാവും, 25 സെൻറ്റിമീറ്ററിൽ നിന്നുള്ളത് ഇൻക്രീസ് ചെയ്തിട്ട് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സീ ഒബ്ജക്ട്സ് കംഫർട്ടബിളി ആൻഡ് ഡിസ്റ്റിങ്ക്ട്ലി വിത്തൗട്ട് കറക്റ്റീവ് ഗ്ലാസസ്. കറക്റ്റീവായിട്ടുള്ള ഐ ഗ്ലാസിൻ്റെ സഹായമില്ലാതെ അടുത്തുള്ള ഒബ്ജക്റ്റും ദൂരമുള്ള ഒബ്ജക്റ്റും കാണാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥക്കാണ് എന്താ പറയുക, പ്രസ്ബയോപ്പിയ വരിക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വായിക്കുന്നതിന് കാരണം അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നത്. ഇനി ഈ ഒരു അവസ്ഥക്കാണ് നമ്മൾ എന്ത് പേര് പറയുക, പ്രസ്ബയോപ്പിയ. ഇനി എങ്ങനെയാണ്, ആർക്കാണ്, എന്ത് കോഴ്സാണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഗ്രാജുവൽ വീക്കനിങ് ഓഫ് ദ സീലറി മസിൽസ് ആൻഡ് ഡിമിനിഷിംഗ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി ഐലൻഡ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രായം ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ് വീക്കാവുന്നത് പോലെ നമ്മുടെ ഐയിൽ കാണപ്പെടുന്ന സീലറി മസിൽസും വീക്കാവുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി സംടൈംസ് എ പേഴ്സൺ മേ സഫർ ഫ്രം ബോത്ത് മയോപ്പിയ ആൻഡ് ഹൈപ്പർ മെട്രോപ്പിയ. ചില സമയത്ത് ചില ആളുകൾക്ക്
മയോപ്പിയ ഡിഫക്റ്റും ഉണ്ടാകും, അതേപോലെ ഹൈപ്പർ മെട്രോപ്പിയ ഡിഫക്റ്റും ഉണ്ടാകും. അപ്പോൾ മയോപ്പിയ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ അടുത്തുള്ളതും കാണാൻ പറ്റില്ല, ഹൈപ്പർ മെട്രോപ്പിയ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ദൂരമുള്ളതും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഐ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർമ്മ വേണോ, ബൈഫോക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുക. ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസും അതേപോലെ കോൺകേവ് ലെൻസും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പേര് പറയുക? ബൈഫോക്കൽ ലെൻസ് എന്ന് പറയാം. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മയോപ്പിക്, ഹൈപ്പർ മെട്രോപ്പിക് രണ്ടുമായിട്ടുള്ള ഡിഫക്റ്റുള്ള ആളുകളുടെ ഐ ഡിഫക്റ്റ് നമുക്ക് എന്താക്കാൻ പറ്റും? കറക്റ്റീവ് ലെൻസസിൻ്റെ സഹായത്തോടു കൂടി ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ഇപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഒരു ഒരു ഗ്ലാസ് എങ്കിൽ, നമ്മളെ കണ്ണടയിലെ ഒരു ഗ്ലാസ് ഇതാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ യൂസ് ചെയ്യുക അപ്പർ പോർഷൻ കൺസിസ്റ്റ് ഓഫ് കോൺകേവ് ലെൻസ്. മുകൾ ഭാഗം കോൺകേവ് ലെൻസും താഴെ ഭാഗം നമ്മൾ ഉപയോഗിക്കുക എന്തായിരിക്കും? കോൺവെക്സ് ലെൻസും ആയിരിക്കും. അപ്പോൾ മുകൾ ഭാഗം കോൺകേവും താഴെ ഭാഗം കോൺവെക്സും ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇത് അടുത്തുള്ള വിഷനും ദൂരെയുള്ള വിഷനും നമുക്ക് കാണാൻ എന്താക്കുന്നു? സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് കോൺടാക്ട് ലെൻസും അതുപോലെ സർജിക്കൽ ഇൻവെൻഷൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഡിഫക്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിൽ വരുന്നതാണ് ലൈറ്റ് പൊല്യൂഷൻ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്ക് തോന്നുമെങ്കിലും നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ പാറ്റേണും നമ്മൾ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് ലൈറ്റ് പൊല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻസ് മെയ്ഡ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ് കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന പൊല്യൂഷനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, പൊല്യൂഷൻ കോസ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കോസ് ചെയ്യുന്ന കോൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുക? ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റുകളാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ എഴുതിയിട്ട് നോക്കാം. കോസസ് ഡിഫിക്കൽറ്റി ഡ്യൂറിങ് നൈറ്റ് ഡ്രൈവ്. രാത്രിയിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വിഷൻ പ്രോപ്പർ ആവാതിരിക്കുകയും ആക്സിഡൻറ്റ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. സെക്കൻഡ് വൺ, മേക്കിംഗ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ ഡിഫിക്കൽട്ട് ബൈ ഒബ്സ്ട്രക്റ്റിംഗ് ദ നൈറ്റ് സ്കൈ. അപ്പോൾ നമുക്കറിയാം ബിൽഡിങ്ങിലൊക്കെ വലിയ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ താഴ്ന്ന് ഇവിടെ ടെലസ്കോപ്പൊക്കെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് സ്കൈ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ പൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷന് റോങ് ആക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൈ ഒബ്സർവേഷൻ എന്താവുന്നു? ഡിഫിക്കൽട്ട് ആവുന്നു. ഇനി ദ ലൈറ്റ് ഫ്രം മൾട്ടി സ്റ്റോറേഡ് ഫ്ലാറ്റ്സ് മിസ്ലീഡ്സ് മൈഗ്രേറ്ററി ബേർഡ്സ്. നമുക്കറിയാം ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് തിരിച്ചു വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ലൈറ്റുകളൊക്കെ അവരുടെ ഡയറക്ഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മിസ്ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ലൈറ്റ് പൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ പോയിന്റിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ കോൺസെപ്റ്റാണ് നമ്മുടെ ഹെൽത്ത്. എസ്പെഷ്യലി നമ്മുടെ ഹൈ ഹെൽത്തിന് വളരെ എന്താ പറയുക കോസ് ആവുന്ന ഒരു കാരണമാണ് എന്താ പറയുന്നത്? ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം മിനിമം ഒരു 3 പോയിൻ്റെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം നമ്മൾ നിലവിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ വന്ന പാർട്ട് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ അത് നിങ്ങൾ കൂടുതൽ പഠിക്കുക. കാരണം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആ വന്ന പോർഷൻസും വളരെ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് 2-3 തവണ വായിച്ചിട്ട് ആൻസർ ചെയ്യുക. അതേപോലെ എല്ലാ ക്വസ്റ്റ്യനിലും സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റത്തെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും എഴുതും, സി ക്വസ്റ്റ്യൻ ചിലപ്പോൾ എഴുതാതെ വിട്ടുപോകും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ വളരെ പ്രോപ്പറായി റീഡ് ചെയ്ത് വളരെ ഈസിയിൽ വളരെ എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എക്സാം ചെയ്താൽ നമുക്ക് അടുത്ത ഒരു സെഷനിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.